നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. സാധാരണ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് ചരിത്രത്തിലാദ്യമായിട്ട് LDF ഒരു ഭരണ പ്രവർത്തിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് 1970 മുന്നണി 77 വീട്ടിൽ അധികാരത്തിൽ വന്നിട്ട് അന്ന് മുഖ്യമന്ത്രി മാറിയിരുന്നു, അതായത് ക്യാപ്റ്റൻ മാറിയിരുന്നു. ഇത്തവണയാണ് ആദ്യമായിട്ട് ഒരു മുന്നണി വീണ്ടും വിജയിച്ചറിയാറുള്ളത്. അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിന് ഏറ്റവും ദുഃഖം BJPയുടെ വോട്ട് കുറഞ്ഞില്ല. UDF വോട്ട് കൂടിയത് രണ്ടാമത്തെ ദുഃഖം. ആദ്യത്തെ ദുഃഖം BJPക്ക് വോട്ട് കുറഞ്ഞു. അപ്പൊ BJP കേരളത്തിൽ ഇല്ലാതാവണമെന്നല്ല മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. UDF തകർക്കാനൊരു വഴി എന്നുള്ള നിലയിൽ ഇത് ഇപ്പോഴും BJPയെ കാണുന്നു എന്നുള്ളതിന്റെ ശക്തമായുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം. ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും വിജയിപ്പിക്കുമ്പോൾ കൂടുതൽ വിനയം കാണിക്കുന്നതിന് പകരം പ്രതിപക്ഷത്തിന്റെ മൊത്തം ചീത്ത വിളിച്ചു. അതിന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് മാധ്യമങ്ങളെയും കുറെ ചീത്ത വിളിച്ചു, പ്രതിപക്ഷത്തിനെയും ചീത്ത വിളിച്ചു. ഇന്നലെ പറയുകയാണ് ക്രിയാത്മകമായിട്ടുള്ള ചിന്തനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും. ഇനി വിളിക്കാനൊന്നും ബാക്കിയില്ല. അതിന് ശേഷമാണ് ക്രിയാത്മകമായിട്ടുള്ള ചിന്തനം അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ചില നിയോജക മണ്ഡലങ്ങളിൽ UDF ജയിച്ച നിയോജക മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുറഞ്ഞതും ഒക്കെ അദ്ദേഹം കണക്ക് സഹിതം കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇന്നലെ പ്രതിപക്ഷ നേതാവിന് മറുപടിയും കൊടുക്കുന്നു. അതായത് കുറ്റിയാടി ഉൾപ്പെടെ നാദാപുരം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങൾ, കണ്ണൂർ ഉൾപ്പെടെ BJPയുടെ വോട്ട് കുറഞ്ഞ സ്ഥലത്തൊക്കെ LDF ആണ് ജയിച്ചത്. മാത്രമല്ല, ഇപ്പോ 2016 വട്ടിയൂർക്കാവിൽ ഞാൻ ജയിക്കുമ്പോ 2011 13,000 വോട്ട് കിട്ടിയ BJPക്ക് അന്ന് 43,000 വോട്ട് കിട്ടി. 2016 എന്റെ വോട്ട് 56,000 54,000 ആയെങ്കിലും ഞാനന്ന് 7,662 വോട്ട് ചെയ്തു. അപ്പൊ BJPയുടെ ഏറ്റക്കുറച്ചിലൊന്നും അത് കണ്ടുകൊണ്ട് UDF LDF വിജയത്തിനെ കണക്കാക്കുന്നത് തെറ്റാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ടാണ് A വിജയരാഘവൻ പറഞ്ഞത് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പങ്ക് ഇടതുപക്ഷം വഹിക്കാൻ പോവാണ്. അത് പറയുമ്പോ കേരളത്തിന്റെ കൂടെ ഇലക്ഷൻ നടന്ന ബംഗാളിലെ അവസ്ഥ എന്താ? 35 വർഷം ഭരിക്കുകയും അത് 25 വർഷം അവർ ഏറ്റുമുട്ടുകയും ചെയ്ത കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്കും ആരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, CPM-നും കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ ആകെ ദുർബലാണ്. ഈ തൃണമൂൽ ഉണ്ടായത് കോൺഗ്രസിനാണ്, ഞങ്ങൾക്ക് അവിടെ മുമ്പേ ക്ഷീണം.
പക്ഷെ 35 വർഷം ഭരിച്ച സ്റ്റേറ്റിൽ ഒരു MLA പോലും ജയിപ്പിക്കാൻ കഴിയാത്തൊരു പാർട്ടി കേരളത്തിലെ ഒരു 99 സീറ്റിന്റെ ഫലത്തിൽ ഇനി ഞങ്ങൾ ഇന്ത്യ പിടിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിക്കും. എന്നാൽ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കഴിവുകേടുകൾ ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കും. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ സാമുദായിക സംഘടനകൾ എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം സംഘടനകൾ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങളായിരുന്നു ആരും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല. ഇപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്ന ചില സാമുദായിക സംഘടനകളില്ല. ഞങ്ങളൊരു തിരിച്ചു പറയാൻ അറിയാനിട്ടല്ലോ, ഞങ്ങളൊന്നും പറയാറില്ലല്ലോ. കാരണം അവർക്ക് അവരുടെ കാര്യം പറയാൻ അവകാശമുണ്ട്, ആരും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇലക്ഷൻ ദിനത്തിൽ വോട്ട് ചെയ്ത് വന്ന NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് പറയാനുള്ളൊരു അവകാശം ഒരു സാമുദായിക സംഘടനയ്ക്കില്ലേ? പറഞ്ഞ കാരണം എന്താ? പുതിയ അധികാരത്തിൽ വരുന്ന സർക്കാരാണോ ശബരിമലയുടെ കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകുന്നത്. അതിൽ വ്യക്തമായ നയമില്ലാത്ത മുന്നണിയാണ് ഇടതു മുന്നണി. കാരണം മുഖ്യമന്ത്രിക്ക് ഒരു നയം, കടകംപള്ളിക്ക് വേറെ നയം, യെച്ചൂരിക്ക് ഒരു നയം, കാനൻ രാജ്യത്തിന് വേറെ നയം. അങ്ങനെ ഒരു മുന്നണിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊറ്റ വാക്ക് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞുള്ളൂ. അത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് ചീത്ത വിളിക്കുക. അപ്പൊ വിമർശിക്കുന്നവരെ മുഴുവൻ കല്ലെറിയുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച് എന്നും കേരളം ഭരിക്കാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു ദാർഢ്യം ഉണ്ടാവുന്നത് ശരിയല്ല. ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നുണ്ട്, അത് ജനാധിപത്യത്തില് പതിവാണ്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് തകരും എന്ന് ആരും വിശ്വസിക്കണം. ഇതിലേറെ വലിയ പരീക്ഷണങ്ങളെ കോൺഗ്രസ് പല സ്റ്റേറ്റിലും നേരിട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന തമിഴ്നാട്ടില് രാജ്യത്തെ പാർട്ടി 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ല. പഞ്ചാബിൽ ഞങ്ങൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ല. അതിനുശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റിൽ ഇന്ത്യയിലെ കോൺഗ്രസ് ഏറ്റവും ശക്തമായ സ്റ്റേറ്റ് പഞ്ചാബല്ലേ. ഞങ്ങളവിടെ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. അപ്പൊ പ്രതിപക്ഷത്ത് ഒരു 10 വർഷം ഇരുന്നാൽ നശിക്കുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി. ഒരു കാര്യം CPM മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഭരിച്ച ബംഗാൾ നിങ്ങൾ വട്ടം കുറ്റിയായി, നിങ്ങൾ ഭരിച്ച ത്രിപുരയില് പകരം അധികാരത്തിൽ വന്ന BJP ആണ്. ഈ സത്യമൊന്നും മറക്കരുത്. കോൺഗ്രസിന് പോയ 3 നേതാക്കന്മാർ ഇടതുപക്ഷത്തേക്ക് പോയി. അതുകൊണ്ട് കോൺഗ്രസ് നടന്നാലും കുഴപ്പമില്ല, BJP വരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ ധാരണയിൽ. അത് കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസ് തകരാനും പോകുന്നില്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും BJP വളരാനും പോകുന്നു. പിന്നെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു, നേമത്തായിരുന്നു BJPയുടെ ഏക MLA. ഇത്തവണ അയാളോട് തോറ്റു. അപ്പൊ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ ചർച്ച. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കേട്ട പണി, ഞാൻ ഇലക്ഷൻ കാലത്തും പറഞ്ഞ, കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുത്ത് BJP ജയിച്ചു. അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് വോട്ട് ചോർന്നു പോയി എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇത്തവണ പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. 2 കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത്.
ഒന്ന് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, അതോടൊപ്പം സീറ്റ് പിടിച്ചെടുക്കുക. ആദ്യത്തെ കാര്യം നടന്നു, രണ്ടാമത്തെ നടന്നില്ല. ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെന്നെ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ ലീഡ് കിട്ടുകയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൗൺസിലർമാർ വിജയിക്കുകയും ചെയ്ത വാർഡുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയും. ആ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഹോൾഡില്ലാത്ത സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് ലീഡ് വാങ്ങാൻ ആ ലീഡ് കൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയും. ഇപ്പൊ തന്നെ കഴിഞ്ഞ നിയമസഭയില്, അതായത് 2016 59,742 വോട്ടാണ് ഇതേ ശിവകുട്ടിക്ക് കിട്ടിയത്. അത് ഇത്തവണ 55,837 കുറഞ്ഞു. ഏതാണ്ട് 3,305 വോട്ട് കുറഞ്ഞു. ബി ജെ പി 2016 67,813 വോട്ട് വാങ്ങി. ഇത്തവണ 51,888 വോട്ടായിട്ട് കുറഞ്ഞു. അതായത് ഏതാണ്ട് 15,925 വോട്ടാണ്. യു ഡി എഫ് കഴിഞ്ഞ തവണ 13,860, ഇത്തവണ 36,524 വോട്ട്. ഞങ്ങൾക്കാണ് ബസ് വന്ന് 22,664 വോട്ട് ഞങ്ങൾക്ക് പ്രസ്താവിക്കുന്നു. അതായത് രണ്ട് സാഹചര്യങ്ങൾ. ആ നിയോജക മണ്ഡലത്തിൽ ഒട്ടും വേരില്ലാത്തൊരു ഘടകക്ഷിക്ക് കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ട ഞങ്ങളുടെ വോട്ട് അത് തിരിച്ചു വന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് 15,000 വോട്ട് നഷ്ടപ്പെട്ടപ്പോ, ബി ജെ പിക്ക് നഷ്ടപ്പെട്ടപ്പോ അത് ഞങ്ങൾക്ക് കൂടിയതാണ്. ഞങ്ങൾക്ക് 22,674 വോട്ട് കൂടിയപ്പോ എങ്ങനെയാണ് സി പി എമ്മിന് 3,306 വോട്ട് കുറഞ്ഞത്? അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്? ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ആകെ ഒരു തിരിച്ചടി ഉണ്ടായത് ബി ജെ പി മേഖലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതില് ആദ്യത്തേതിൽ ഞങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ടായി, രണ്ടാമത്തേത് മൈനസ് പോയിന്റ്. അതിന്റെ മുഖ്യമായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ യു ഡി എഫിനെ സഹായിക്കാൻ തയ്യാറായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ SDPI പോലുള്ള സംഘടനകളെ കൊണ്ട് പ്രചരണം നടത്തി. അതായത് കെ മുരളീധരന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല, ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുരളീധരന് വോട്ട് ചെയ്താൽ കുമ്മനം ജയിക്കുമെന്നുള്ള രീതിയിൽ SDPIക്കാരൻ തന്നെ തുറന്നു പറഞ്ഞല്ലോ. ഞാനൊരു സംഘടന നേരിട്ട് വരാൻ ആഗ്രഹിച്ചതാവുന്നത്. പക്ഷെ ആ സംഘടനക്കാരൻ എന്നെ പറഞ്ഞു, ഞങ്ങൾ 10,000 വോട്ട് കുറച്ചു കൊടുത്തു. പക്ഷെ നിങ്ങൾ തന്നെ കണക്ക് എഴുതിയിട്ടുണ്ട്, ന്യൂനപക്ഷ മേഖലയിൽ നല്ല ഏകീകരണം LDF ഉണ്ടായി. അതിന് കേരളത്തിന് മൊത്തം ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം LDFന് ഉണ്ടായി. പക്ഷെ നിയമത്തിൽ അത് ഉണ്ടായില്ലായിരുന്നു. കാരണം BJP വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ നല്ല ആവേശത്തോടുകൂടി തന്നെയാണ് എന്നെ വരവേറ്റത്. ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ വോട്ടുകൾ മാറിപ്പോകുന്നത്. അപ്പോ കാൽക്കുലേഷൻ ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഞങ്ങൾക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചത് LDF. അതിന്റെ വെച്ച LDF. പക്ഷെ ഞങ്ങൾക്കറിയാൻ സന്തോഷമുണ്ട്, ഒരു MLA പോലും BJPക്ക് നിയമസഭയിൽ
ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ശക്തമായ പങ്കുവഹിച്ചത് UDF. ഇവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സഹായിച്ചത് ഞങ്ങളുടെ പിന്തുണയാണ്, ഞങ്ങൾ വോട്ട് സമാഹരിച്ചത്. 2, BJPക്ക് മുൻകാലങ്ങളിൽ നല്ല വേരോട്ടമുള്ള മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ പാലക്കാടും ഒക്കെ അവർ പരാജയപ്പെടുത്താൻ. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ BJPയെ തളച്ചു എന്ന് പറയുന്നത് LDF പറയുന്ന ഒരു അർത്ഥമില്ല. അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് BJPയുടെ വളർച്ചയാണ്, കോൺഗ്രസിന്റെ തകർച്ചയാണ്. ഏതായാലും ഈ പരാജയത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ അതിജീവിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. UDF ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി തലത്തിൽ ഈ ഇലക്ഷന്റെ പരാജയത്തിനെ കുറിച്ചൊരു വിലയിരുത്തൽ മറ്റന്നാൾ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടാകും. അതിനുശേഷമുള്ള വിഷയങ്ങളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുകൊണ്ട് UDFും കോൺഗ്രസും തകരും എന്നാരും സ്വപ്നം കാണുക. അതൊരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ഞങ്ങൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഞങ്ങൾക്കെതിരായിട്ട് കേന്ദ്രീകരിക്കാനുണ്ടായ കാരണം എന്താണ്? എന്തുകൊണ്ട് പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഏതൊരു സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടത്? അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പാർട്ടി ഫോറങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റിക്കൊണ്ട് അവരെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കില്ല. അതായത് മാർക്സിസ്റ്റ് പാർട്ടി BJPയുടെ ഒരു ഭീഷണി കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അതിലേക്ക് ആകർഷിക്കും. അതേ സന്ദർഭത്തിൽ തന്നെ BJPയുടെ കുറെ വോട്ടുകൾ അവർ വാങ്ങിയിട്ടുണ്ട്. അത് വത്സൻ നീലഗിരിയെ പോലുള്ള RSS നേതാക്കന്മാരെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള പല ഡീലിങ്സ് നടന്നിട്ടുണ്ട്. ബാലഭാസ്കർ തന്നെ സൂചിപ്പിച്ചൊരു ഡീലുണ്ടായി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ തവണ നല്ല സാന്നിധ്യം അറിയിച്ച DD കേസ് ഇത്തവണ പലയിടത്തും വോട്ട് നിയമം ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു യോഗം ചേർന്നിരിക്കാം. ഇടതുപക്ഷത്തിനാണ് വോട്ട്. അപ്പോ BJPയുടെ വോട്ട് കുറഞ്ഞപ്പോ അതിൽ കുറെ വോട്ടുകൾ LDFിലേക്ക് പോയി. അതുകൊണ്ടാണ് BJP ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതായത് BJPയുടെ ഭീഷണി ഭംഗിയായി പ്രതിരോധിക്കാൻ കേരളത്തിലെ UDFിനും കോൺഗ്രസിനും കഴിഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിനായില്ല എന്നൊരു വിലയിരുത്തലോടെ BJP വളരുന്നത് പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് ആണെന്നുള്ള ഒരു ഉദാഹരണമാണ്. നിയമത്തകളെ തോൽപ്പിക്കാൻ ഞങ്ങൾ സഹായിച്ചതും മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടും തൃശ്ശൂരൊക്കെ ജയിച്ചു വരാൻ കഴിയും. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിയമത്തെ കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചില തെറ്റായ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞു. അതിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളുണ്ട്. കാരണം ഇന്നലെ താങ്കളുടെ മുഖ്യ ചീഫ് ഇലക്ഷൻ ഏജന്റായ ആള് തന്നെ പറഞ്ഞത് കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെയാണ് മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ ചെന്ന് ഗോവിന്ദനെതിരെ പ്രധാനമായിട്ടും അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് വരാനില്ല. എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും കിട്ടിയല്ലോ. ഇവിടെ 14-13 UDFിന് വോട്ട് പറഞ്ഞപ്പോ കൂടിയത് നിയമത്ത് മാത്രമേ ഉള്ളൂ. ഈ താങ്കളെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും അവിടെ ബൂത്ത് കമ്മിറ്റി അടക്കം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അത് അങ്ങനെ ഒരു വെല്ലുവിളി പോകുമ്പോൾ ഇത്തരമൊരു
പിന്നിൽ നിന്ന് കൂട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അല്ല, ഞാനെല്ലാം തയ്യാറായിട്ടില്ല. പാർട്ടിയുടെ ജനത്തെ ഏറ്റെടുക്കണമെന്ന് ഭംഗിയായിട്ട് ഏറ്റെടുത്തു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ആദ്യത്തെ ഒരു ഉദ്ദേശം നടന്നു, രണ്ടാമത്തെ നടന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ വരുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾ 36,000 കണക്കിൽ ചോദിച്ചു, എന്നോട് നിങ്ങൾ ചോദിച്ചു 10,000 കണക്കാണ്. ഇനി വരുന്ന സ്ഥാനാർത്ഥിക്ക് 36,000 55 ആക്കേണ്ട ജോലി മാത്രമേ. അപ്പൊ പക്ഷെ നേതാക്കളും നേമത്തേക്ക് എത്തിപ്പോലും നോക്കിയില്ല, നമ്മൾ ഒറ്റക്കായി പോയി. അല്ല, അതിന്റെ കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി എന്റെ നിയോജകത്തിൽ വന്നു, പുതിയ സംഭവം ചെയ്തു. എന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. APC പ്രസിഡന്റ് വരാൻ സന്നദ്ധനായിരുന്നു, അത് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്താണെന്ന് അറിയാം. ബൂത്തും സംവിധാനവും ഇല്ലാത്തൊരു നിയമത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് നിങ്ങൾ ഈ നിയമങ്ങളുടെ വീടിന്റെ നില പറഞ്ഞപ്പോ ചില നിയമങ്ങളിൽ നിങ്ങൾ പറഞ്ഞില്ല, ഇന്ന ഏരിയയാണ് എണ്ണുന്നത്, അവിടെ ഇന്നൊക്കെ കടിക്കാൻ വീട് കിട്ടാത്ത, അത് അടുത്ത സ്ഥലത്ത് എത്തുമ്പോ 4 മണിന്നൊക്കെ എല്ലാ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഏത് ഏരിയ ഉണ്ടപ്പോഴാ രീതി, ഏത് ഏരിയ ഉണ്ടപ്പോഴാ നടക്കുവാന്ന് അറിയാത്ത ഒരു നിയമങ്ങളല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആദ്യമായിട്ട് നോക്കിയത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ. ഇപ്പൊ വാർഡ് കൺവെൻഷൻ നടത്തിയാണ്. ആ വാർഡ് കൺവെൻഷൻ നടത്തിയതിന് ശേഷമാണ് നേതാക്കന്മാരുടെ യോഗങ്ങൾക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. അപ്പോഴേക്കും APC പ്രസിഡന്റ് കണക്കോട്ട് പോയി. ഒരു വാർഡ് കൺവെൻഷനിലൊക്കെ APC പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്ന മോശം. പക്ഷെ അദ്ദേഹം 23-ാം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു, വരാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്നത്. പബ്ലിക് മീറ്റിംഗ് തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം വടക്കോട്ട് പോയി. പിന്നെ ഇലക്ഷന്റെ പൊട്ടിക്കാശത്തിന് ശ്രീ രാഹുൽ ഗാന്ധി വന്നല്ലോ. ഇനി അതിൽ പേര് ആരാ കോൺഗ്രസിന് വരാണല്ലോ. അപ്പോൾ 45,000 പരം വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. ഒന്ന് 2 കാര്യം ഉണ്ടായി. ഒന്ന്, ഈ ലോക്സഭയുടെയും നിയമസഭയുടെയും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെയും ഡാറ്റയും വ്യത്യാസം. രണ്ടാമത്, അദ്ദേഹത്തിന് മൈനോറിറ്റി കൺസോളിഡേഷൻ കിട്ടി. BJPയുടെ ഏരിയയിൽ ഞാൻ പിടിച്ച വോട്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതിലേക്ക് വരും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പോയി മൈനസ് വന്നൊരു സ്ഥലത്ത് ഞാൻ പോയിട്ട് മത്സരിച്ചാലെങ്കിൽ ഇരിക്കുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. BJPക്ക് പോയ കുറെ വോട്ടുകൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ട് വെച്ച് നോക്കിയാൽ ജയിക്കാം. ആ അസസ്മെന്റ് കറക്റ്റായി. പക്ഷെ ഇതേ മൈനോറിറ്റി നാളെ ലോക്സഭയിലേക്ക് ഇലക്ഷൻ തന്നെ UDF വോട്ട് ചെയ്യും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഈ ഇലക്ഷൻ നോക്കി കഴിഞ്ഞാൽ കൂട്ടത്തോടെ അണികളും നേതാക്കളും അടക്കം BJPയിലേക്ക് പ്രസ്താവനകൾ വന്നു. കേസുകാരനടക്കം നാലടക്കം ചിലപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ള കേരളം ഉണ്ടാക്കാൻ പക്ഷേ കുറെ മഹപ്രചരണം ഇങ്ങനെ ഇടതുപക്ഷം നടത്തുന്നതാണ്. ഞാൻ പറഞ്ഞത് അവർക്ക് BJP വളർന്നതാണ് ആഗ്രഹം. ഞങ്ങൾ ശരിയാക്കാം. ഏതായാലും BJP ഇനി വളരാൻ പോകുന്നില്ല. എല്ലാ അവതാരം എല്ലാ അസുഖമായിട്ട് പ്രയോഗിച്ചു. അത് ചീറ്റിപ്പോയി. ഇനി അവരുടെ തന്നെ നഷ്ടകാലം നടക്കാൻ പോലെ ഇനി പിന്നെ കേരളം രക്ഷപ്പെടില്ലല്ലോ. അതുകൊണ്ട് ആ ഭീഷണിയെ പൊഴിഞ്ഞു പോയി. കേരളത്തിലെ കോൺഗ്രസ് സംവിധാനവും അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയുടെ സംവിധാനം ഇത് രണ്ടും ഇപ്പോഴത്തെ അതേ തെളിയിച്ചത് തുടർന്നാൽ മതിയെന്നാണ്. പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാൻ അവകാശം ജയിച്ചു അതന്നെ. അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനം. അതാണ് കോൺഗ്രസിന്റെ രീതി. അല്ല, ജയിച്ചു വരുന്ന MLA-മാരാണ് അവരുടെ നിയമം തീരുമാനിക്കുന്നത്. മത്സരിക്കേണ്ട അഭിപ്രായം പാർട്ടി ചോദിച്ചു. MLA-മാരാണ് പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. അതായത് തെരഞ്ഞെടുക്കേണ്ടത്.
അത് അടുത്ത് തന്നെ തെരഞ്ഞെടുക്കും പാർട്ടിയിൽ. സംസ്ഥാന ഞാൻ പറഞ്ഞത് ഇതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എടുത്തിയാണ് ചെയ്യാൻ നടത്തുകയാണ്. ഇപ്പൊ ഇലക്ഷനൊന്നും ഇല്ലല്ലോ, ഈ 3 കൊല്ലത്തേക്കില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ആലോചിക്കാം, പാർട്ടിയിൽ ചർച്ച ചെയ്യും, ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കും, അതൊക്കെ പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് നടക്കുള്ളൂ. ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ, അന്ന് എല്ലാവരും എന്റെ വെക്കത്തേക്ക് കാണാമോ? ചാടാൻ വന്നവരാണ് ഇപ്പൊ പറയുന്നത്. ഞാനിതൊക്കെ ആദ്യം പറഞ്ഞതാണ്. ഈ ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തടത്ത് പോയി മത്സരിച്ച് നേമത്ത് അതൊരു സ്ഥാനാർത്ഥി ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ DCC സംവിധാനത്തിന്റെ വലിയ പരാജയത്തിന്റെ കൂടി ഭാഗമാണ്. ഈ തിരുവനന്തപുരം DCCയെ കുറിച്ച് എന്താണ് മുരളീധരനാവുക? എന്റെ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. അത് ഞാൻ പാർട്ടി യോഗത്തിൽ പറയുന്നു. ഈ 10-20 വർഷക്കാലമായി അവിടെ കൗൺസിലർമാർ പോലും ജയിച്ചിടാറില്ല. സംഘടനാ സംവിധാനമില്ല, ബൂത്ത് കമ്മിറ്റികളില്ല. അന്ന് മത്സരിച്ചപ്പോൾ മാത്രം വർദ്ധിപ്പെട്ടതല്ല, അവിടുത്തെ പ്രവർത്തകർക്ക് വളരെ വർഷങ്ങളായി പറയുകയാണ്. അപ്പൊ ഇത് പരിഹരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ മറ്റു തെരഞ്ഞെടുപ്പാണ് 3 വർഷത്തിന് ശേഷം ഉണ്ടല്ലോ, സമയം ഉണ്ടല്ലോ എന്ന് പരിശോധിക്കും. ഇങ്ങനെയാണോ? 3 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വളരെ അതൊക്കെ ചർച്ച ചെയ്ത് ഏതൊക്കെ വാർത്താൻ ഡിഫക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ച ചെയ്യേണ്ട വിഷയമല്ല നഷ്ടം. ഈ വോട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു, അതെങ്ങനെ തിരിച്ചു പിടിക്കാന്നുള്ളതിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ ഈ ചർച്ചയിൽ നടന്നോളൂ. ഈ DCC 10 വാർഡായി കോർപ്പറേഷന്, 10 വാർഡ് താഴെ 9 വാർഡ്, പിന്നെ 4 MLA-മാരുണ്ടായിരുന്നു, 1 വളരെ മികച്ച പ്രവർത്തനമാണല്ലോ ഇങ്ങനെ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് DCCയെ പറ്റി നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം. ഇനി ഈ നേതൃത്വമായി മുന്നോട്ട് പോകുന്നതിൽ വല്ല കാര്യമുണ്ട്. ഈ നേതൃത്വം മാറുക എന്നതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ജീവിച്ചു വന്ന MLA-മാര് തീരുമാനിച്ചോട്ടെ. നമ്മളെന്തിനാ അതിനെ കുറിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യം എന്താ? തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായപ്പോഴും അന്നത്തെയും പ്രധാനപ്പെട്ട പ്രശ്നം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് നഷ്ടപ്പെട്ടു, പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടതായിരുന്നു. അന്ന് വലിയ തിരിച്ചടികൾ താഴെ തട്ടിൽ നിർത്തണമെന്ന് ആവശ്യം വന്നു, അതൊന്നും നടന്നില്ല. അത് ഞാൻ തന്നെയാണെന്ന് വരശ്ശേരി പറഞ്ഞ ഇലക്ഷന്റെ റിസൾട്ട് വന്നു. തീർത്താത്തതിന്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചില നേതാക്കളുടെ താല്പര്യം, ചില നേതാക്കൾ ചില ഇഷ്ടക്കാരെ വെക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. എങ്ങനെ താഴെ തട്ടിലുള്ള ചില നേതാക്കളെ മാറ്റാൻ മുതിർന്ന നേതാക്കൾക്ക് പലർക്കും താല്പര്യമില്ല. കാരണം അവരുടെ ഇഷ്ടക്കാരാണ് ആ താഴെ തട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റാൻ അവരെ മാറ്റാത്തതാണ് അത്രയും വലിയൊരു. ഏതായാലും ഞങ്ങൾ എല്ലാ വീഴ്ചകളും പരിശോധിച്ചു. അതായത് ഓപ്പൺ ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം പാർട്ടി വീട് കിടക്കുന്ന ഒരു സമയത്ത് കൂടുതൽ പ്രസ്താവന നടത്തി പാർട്ടി പ്രവർത്തകരെ മുൻനിർത്തിക്കാനല്ല ശ്രമിക്കേണ്ടത്, അത് റെക്ടിഫൈ ചെയ്യാൻ അതിന്റെ നടപടികൾ പാർട്ടി ആരംഭിച്ചു. അതിന്റെ ഭാഗമാണ് മറ്റൊന്നാൾ എന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടാൻ എടുത്തത്. ലോക്സഭാംഗം ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിചാരിച്ചിരുന്നത് BJP ചേർക്കാൻ ദേശീയമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പക്ഷേ ഈ എത്രയാണോ ഈ 2ാം മോദി സർക്കാരിന്റെ വയസ്സ്, അത്രയും വയസ്സ് കോൺഗ്രസിന് നേതൃത്വം ഇല്ലാതിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കാലം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കും? ഞാൻ പറഞ്ഞത് ഒരുപാട് മുന്നേറാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ലേ. ഏറ്റവും മോശമായ ആസാമിൽ ഇത്തവണ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. പാർട്ടിയെ സംബന്ധിച്ച് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആസാമിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ തന്നെ എത്ര ആൾ നിലനിൽക്കുന്നത്. കാരണം അവർ അടി തുടങ്ങിയപ്പോ പാർട്ടി ചെയ്യുന്നത് തന്നെയാണ്. ഞങ്ങളുടേത് പോയ നേതാവും അവിടെ സ്ഥിരം ഉണ്ടായി വരുന്ന ഒരു പടിയാണ്. ഇതൊക്കെ ലോക്സഭ അവിടേക്കൊക്കെ അനുകൂലമായിട്ട് വരും. ബാക്കിയില്ലല്ലോ. ഏതായാലും രണ്ടാമത്തെ പാർട്ടിയെ ഏൽപ്പിച്ച രണ്ടാമത്തെ ഉത്തരവാദിത്വം പിടിച്ചെടുക്കൽ നടന്നില്ലെങ്കിലും ഒരു മെച്ചമുണ്ടായിട്ടുണ്ട്. വളരെക്കാർക്ക് ഇനി വീണ്ടും മോണിപ്പൂത്തിലേക്ക് കൂടി വന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി അവരുടെ കാര്യം, അവരോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അത് കാലാവധി കഴിയട്ടെ. MP-യുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ബാക്കി വെല്ലുവിളിയാണ്. എങ്ങനെ അല്ല, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഒരുപാട് പേര് ഇപ്പൊ ക്യൂവിലുണ്ട്. നിയമത്തൊക്കെ നിൽക്കാൻ മാത്രമേ ക്യൂ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു നീണ്ട നിലയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ അതിന്റെ ഇടയിൽ പോയി ചർച്ച ചെയ്യും. ഈ ആസാമിലെ
എനിക്കൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പേടിയുള്ള ആളൊന്നുമില്ല. പക്ഷെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇഷ്ടംപോലെ പാർട്ടിയിലാണ്. നിയമം വരുമ്പോ മാത്രമേ ഏറ്റെടുക്കാൻ ആളില്ല. ഈ പറഞ്ഞ ആസാമിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ അന്ന് വൈകുന്നേരം വിളിക്കുകയാണ് രാജ്യം. പക്ഷേ അങ്ങനെ ബിജെപിയുടെ കേരളത്തിൽ ഒരു ധാർമ്മികമായ നിലപാടുകളില്ലാതെ ഇതൊക്കെ പാർട്ടിയിൽ നിന്നൊക്കെ സ്ഥാനങ്ങൾ രാജിവെച്ചാലും പിന്നെ രാജിവെച്ചത് അംഗം അങ്ങയുടെ സഹോദരി പത്മജ വേണുഗോപാലും ഈ കേരളനാട് അടുത്ത അന്വേഷണ പീതാംബരപ്പുറത്ത് മത്സരിച്ച 3 മണ്ഡലങ്ങളിലും UDF 3ാം സ്ഥാനത്താണ്, BJP 2ാം സ്ഥാനം. തൃശ്ശൂരിൽ 1000 വോട്ട് അധികം വോട്ട് 44,000 വോട്ട് LDF, 43,000 UDF, 40,000 BJP. ആദ്യം 3ാം സ്ഥാനത്തായിരുന്നു, പിന്നാണ് 2ാം സ്ഥാനത്ത്. നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച ഒരു തിരിച്ചടിക്ക് കാരണമായോ ഇല്ല? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണയോ ഞാൻ പറയാം, ഞാനിപ്പോ എനിക്ക് ഒരു കുടുംബം പോലെ കഴിഞ്ഞ നിയോജകമണ്ഡലമാണ് കൊട്ടിയൂർക്കാവ്. പക്ഷെ അവിടെ എനിക്ക് സീറ്റ് തരാതിരുന്നത് MP മത്സരിക്കേണ്ടെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അവിടെ ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല എന്നോട് ചോദിക്കും. നിങ്ങൾ ജയിക്കുന്ന സംസ്ഥാനത്ത് UDF വരുന്നതുകൊണ്ട് മന്ത്രിയാവാനാണോ വട്ടിയൂർക്കാവിലേക്ക് വരുന്നതല്ലേ ചോദിക്കും. നേരെ നിയമത്വമായപ്പോ എന്തുകൊണ്ടാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ കാരണം? 2 ലക്ഷത്തിന് കെട്ടിവെച്ച കാശ് പോയി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ പോവുക. അതാണ് നിങ്ങൾ ചലഞ്ചായിട്ട് കാണുന്നത്. ഞാൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ചെന്നാൽ നിങ്ങൾ ചലഞ്ചായിട്ട് കാണുമോ? അതെന്റെ അധികാരത്തിനോട് എന്റെ ആർത്തിയായിട്ട് ചിത്രീകരിക്കും. എങ്ങനെ ഞാൻ ഇലക്ഷന്റെ MP മത്സരിക്കേണ്ടതുള്ള ശക്തമായ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു സാങ്കേതിക ചോദ്യത്തിലേക്ക് ഇപ്പൊ കടക്കേണ്ട ആവശ്യമില്ല. ഈ താങ്കളുടെ പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി വരുന്നത് ഒഴിവാക്കപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? അത് പാർട്ടിയിലെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടാണ്? പാർട്ടിയിലെ തെറ്റിദ്ധരിപ്പിച്ചത് വേറെ കാൻഡിഡേറ്റ് അവർ ചോദിച്ചു. കാൻഡിഡേറ്റിനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ആ വാർത്ത ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാ രാഹുൽ ഗാന്ധി വന്നല്ലോ, സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് രാഹുൽ ഗാന്ധി വന്ന് സമാപന പ്രസംഗം നടന്നു. അപ്പൊ ഇതിന്റെ മറ്റൊരു കുറിച്ച് ചർച്ചയ്ക്ക് പോകാം. അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുന്നു. കേരളത്തിൽ ഇത്രയും വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സ്വാഭാവികമായും ഈ സംഘടനയിലും അതുപോലെ തന്നെ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലെയിം സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാൻ അതിന്റെ നിങ്ങളോട് മുമ്പ് വന്നൊരു ഉത്തരവുണ്ട്. ക്ഷീര ജോലിക്ക് പാർട്ടിയിൽ ഞാൻ പ്രതിഫലം ചോദിക്കില്ല. അത് എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ല. അങ്ങ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് പരസ്യമായി പല നിലപാട് തിരുത്തലൊക്കെ വരുത്തുന്ന പരസ്യ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയ തോൽപ്പിക്ക് ശേഷം വല്ലാത്ത മിതത്വം പാലിക്കുന്നു. അതുപോലെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമൊന്നുമല്ല. അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല. എനിക്ക് പറയാനൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടായി പാർട്ടി പ്രവർത്തകർ ആകെ മുഴുവേറ്റ് നടക്കുമ്പോൾ ഒരു പരസ്യ ഡിബേറ്റിലേക്ക് പോയാൽ ഇപ്പോഴും തന്നെ അവർ തലവിനിച്ച് നിൽക്കുകയാണ്. അവരെ കൂടുതൽ അവമാനിക്കുന്ന രീതിയാവില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇനിയും നിങ്ങൾ നിർത്തിയില്ലെന്ന് അവർ ചോദിക്കില്ലേ? ഇതുപോലത്തെ ഒരു സന്ദർഭം ഞങ്ങൾ മുമ്പ് ഫേസ് ചെയ്യാത്തൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതിന് കയറാൻ കൂട്ടായി ചർച്ച ചെയ്യേണ്ടതിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഞാനിതൊക്കെ വരുന്ന മുമ്പ് പറഞ്ഞാണ് കേട്ടോ. അതേപോലെ മറ്റൊരു നേതാവും ഇങ്ങനെ വലിയ മിതത്വം പാലിക്കുന്നു. ആര്? നേരത്തെ പരസ്യ നിലപാട് സ്വീകരിച്ച കേസുള്ളവരോ? ഞങ്ങൾക്കൊന്നും അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പോഴിതൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ തന്നെ മാനസികമായി തകർന്ന പ്രവർത്തകരുടെ അവസ്ഥ ഉണ്ടാവും. അവർക്കൊരു ഉത്തേജനം കൊടുക്കേണ്ട സമയത്ത് അവരെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ പറയാൻ പാടില്ല. ഓരോന്നിനും സമയവും സന്ദർഭമുണ്ട്. ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ അത് പറയാൻ കാരണം എന്താ? അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു, ഇവിടുത്തെ ഡിഫക്റ്റ് പരിഹരിക്കണം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെട്ടില്ല? ഇനി കൂടുതൽ പറഞ്ഞ് അവരെ കൂടുതൽ പ്രവർത്തകരെ കൂടുതൽ ശാരീരികവും മാനസികമായിട്ട് അവിടെ തളർത്തണം.
അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. അണികളെ പോലെ നേതാക്കൾ മാനസികമായി തകർന്നിട്ടുണ്ടോ? കാരണം മുഖ്യമന്ത്രി BJP-യുടെ വോട്ട് ചോർത്താൻ UDF-ന്റെ തലയിൽ വെച്ചു. അതിന് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷൻ തയ്യാറായില്ല. ഈ വാർത്താക്കുറിപ്പാണ് KPCC അധ്യക്ഷൻ്റെതായി ഒരു ദിവസത്തിന് ശേഷം പുറത്തു വന്നത്. അതിനിപ്പോ ഞാൻ തന്നെ നിങ്ങളോട് നേരിട്ട് പറഞ്ഞിരുന്നു. ഈ നിയമത്തെ വിജ്ഞാനത്തിന് കാരണം താങ്കളുടെ ഒരു സാന്നിധ്യം കൂടിയാണ്. അടുത്ത തവണയും മത്സരിച്ചാൽ ആ പിടിച്ചെടുക്കുക എന്ന ദൗത്യം കൂടി നേടാനാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ 5 വർഷം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണ്ട ഇപ്പോഴല്ല പറയാം. നേമത്ത് നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ പഴയ ഇതിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം. തീർച്ചയായിട്ടും നേമത്ത് കോൺഗ്രസിനെയും UDF-നെയും ശക്തിപ്പെടുത്താൻ ഭാവിയിൽ കഴിയും. അതിന്റെ തുടക്കം കുറിച്ച് ഇലക്ഷൻ. ന്യൂനപക്ഷ ഏകീകരണവും പരമ്പരാഗത വോട്ടിന്റെ നഷ്ടത്തിന് മാത്രമാണ് സംഘടനാ സംവിധാനത്തിലുള്ള വീഴ്ച. സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ച ഉണ്ടാവില്ല. സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടല്ലേ നിന്നുള്ളൂ. പിന്നെ കേരളത്തിലെ മൊത്തത്തിലുള്ള സംഘടനാപരമായിട്ട് വീഴ്ചയുണ്ട്. അടിത്തട്ടില് പാർട്ടി പ്രവർത്തകരുടെ അഭാവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് പെട്ടെന്ന് ഇന്നോടാണ് എടുത്തൊരു X മാറി Y വന്നിട്ട് കാര്യമില്ല. അണികൾ ഉൾപ്പെടെയുള്ള ശക്തമായിട്ടുള്ള സംവിധാനം താഴെ തട്ടിലുണ്ടാകണം. അതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആഗ്രഹങ്ങൾ ഇപ്പോൾ ഉടനെ ഒരാൾ മാറുന്നത്. പക്ഷേ പലരും ഐബിയുടെ അടക്കം പരസ്യമായി തന്നെ പറഞ്ഞു KPCC പ്രസിഡന്റ് മാറണം എന്ന്. ഞാൻ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അല്ല, ഞാൻ പറയുന്നത് അതൊന്നുമല്ല. നമ്മുടെ ഒരു വികാരത്തിന്റെ പേര് തീരുമാനത്തിന്റെ കാര്യമില്ല. ഇപ്പോൾ എടുക്കേണ്ട സമയത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വീഴ്ച അങ്ങ് പറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് ചെയ്യാ കാര്യമുള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം വന്നേ പുതിയൊരു തലമുറ മാറ്റം സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അതായത് ഈ പാർട്ടിയിലെ ഒരു തലമുറ മാറ്റം വരുന്നത് തലമുറ മറ്റങ്ങ് മാറണ്ട. കാരണം ജനങ്ങൾക്ക് ഇപ്പോഴും പഴയ ആൾക്കാരെയാണ്. ഇപ്പൊ ജയിച്ചു വന്ന 21 പേര് 2-3 പേരെ പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഒരു തലമുറ ഒന്നേ എടുത്തങ്ങ് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും. അതുകൊണ്ട് അത് വേണ്ട. തലമുറ മാറ്റം വേണം. അതിന് യൂത്ത് കോൺഗ്രസിനും KSUവിനൊക്കെ കൂടുതൽ ഫ്രീഡം കൊടുക്കും. അതിനെ മുമ്പ് പറഞ്ഞിട്ടല്ല. യൂത്ത് കോൺഗ്രസിന് KSUവിനൊക്കെ ഫ്രീഡം കൊടുത്ത് ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക. അതാണ് വേണ്ടത്. അവർ ഇവിടെ നിൽക്കേണ്ടതായിരുന്നു അഭിപ്രായം എനിക്ക് തോന്നുന്നു. ആരും പോകുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. കൂടുതൽ പേര് UDF-ലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുത്ത് എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് എന്റെ വിശ്വാസം. ഒരിക്കലും പരാജയമല്ല. അതിന്റെ തുടക്കം ജമ്മു ഒക്കെ തിരിച്ചു വേണമെന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക് ഇരിക്കുന്നു. അതിന്റെ തെറ്റില്ല. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ കിടക്കാത്തതുകൊണ്ടാണ് എനിക്കതിനോടൊന്നും യോജിപ്പുള്ള ഒരാളൊന്നുമല്ല. ഞങ്ങൾ എപ്പോഴും ക്രിയാത്മകല്ലേ കൊടുത്തിട്ടുണ്ട്. പ്രളയം ഉണ്ടായപ്പോൾ സഹകരിച്ചു, നിപ വന്നപ്പോൾ സഹകരിച്ചു, കോവിഡ് വന്നപ്പോൾ സഹകരിച്ചു. ആ സഹകരിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത് പ്രതികരണം വരാം. ഈ സമരം ചെയ്യുന്നതിനെ പോലെ സമയ സന്ദർഭം അത് വേണ്ട സമയത്ത് 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തിന് ഞങ്ങൾ ചെയ്തു. ശരിയാണ്.